തമിഴ്നാട്ടിൽ നിന്ന് തമിഴ് രാഷ്ട്രീയത്തിൽ നിന്നും സിനിമയിൽ നിന്നുമൊക്കെ ശ്രദ്ധേയമായ ചില നീക്കങ്ങളും പ്രതികരണങ്ങളും വരികയാണ്. പ്രത്യേകിച്ചും വിജയ്, ഇളയ ദളപതി എന്ന് വിളിക്കുന്ന വിജയ് വലിയ ഫാൻ ബേസ് ഉള്ള ഒരു നടനാണ്. തമിഴ്നാട്ടിൽ മാത്രമല്ല ദക്ഷിണേന്ത്യയിലും മറ്റിടങ്ങളിലുമൊക്കെ വലിയ ഫാൻ ബേസ് ഉള്ള ഒരു നടനാണ്. അദ്ദേഹം കൂടി സിനിമയിലേക്ക് എത്തുന്നു, രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു സൂചന കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഫാൻസ് അസോസിയേഷൻ തന്നെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ അദ്ദേഹത്തിന് അനുമതി നൽകിയിരിക്കുന്നു. അതിപ്പോൾ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലായിരിക്കുമോ അതല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കായിരിക്കുമോ എന്നുള്ളത് മാത്രമേ അറിയേണ്ടതുള്ളൂ. പലരും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി കൈപ്പൊള്ളിയവരാണ്. കമൽഹാസനും ഇപ്പോൾ അന്തരിച്ച വിജയകാന്തിൻ്റെയും ഒക്കെ ചരിത്രം നമ്മുടെ മുന്നിലുള്ളതാണ്. അപ്പോൾ വിജയ് എന്തായിരിക്കും മുന്നിൽ കണ്ടിട്ടുണ്ടാവുക എന്നുള്ളത് ഒരു കാര്യം. മറ്റൊന്ന്, രജനീകാന്ത് ഇതുവരെ ഒരു BJP ചായ്വ് പ്രകടിപ്പിക്കുകയും അതിൽ വലിയ എതിർപ്പുകൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ അദ്ദേഹം നേരിടുകയും ചെയ്യുന്നുണ്ട്. ഇക്കഴിഞ്ഞ പ്രാണപ്രതിഷ്ഠയിൽ അയോധ്യയിലൊക്കെ രജനീകാന്തും ധനുഷും പോകുന്നതും വലിയ എതിർപ്പുകളൊക്കെ ഉണ്ടാകുന്നതുമൊക്കെ നമ്മൾ കണ്ടു. അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ മകൾ വന്നിരിക്കുന്നു. അച്ഛനെ ഒരു സംഖ്യയായി ചിത്രീകരിക്കുന്ന വലിയ മനോവിഷമമുണ്ട്. അദ്ദേഹം ഒരു സംഖ്യയല്ല, അങ്ങനെ അറിയപ്പെടുന്ന വലിയ വിഷമമൊക്കെ ഉണ്ട് എന്ന് ഐശ്വര്യ പറയുകയാണ്. അപ്പോൾ ഈ രണ്ട് വിഷയങ്ങൾ കൂടി ചേർത്ത് തമിഴകം എന്താണ് ചിന്തിക്കുന്നതെന്ന് കൂടി നമ്മൾ ചർച്ച ചെയ്യണം. അവസാനമായി നമുക്ക് ആദ്യം ഈ രജനീകാന്തിൻ്റെ മകൾ പറഞ്ഞ് ആദ്യം എടുക്കാമെന്ന് തോന്നുന്നു. ഐശ്വര്യയ്ക്ക് അതൊരു സംഖി എന്നറിയപ്പെടുന്നതിൽ വലിയ വിഷമമുണ്ട് എന്നുള്ള ഒരു തോട്ടിനെ തന്നെ എങ്ങനെയാണ് കാണേണ്ടത്? അതിൽ നിന്ന് ഒരു തമിഴ് ഹാൻഡിൽ, ട്വിറ്റർ ഹാൻഡിൽ വന്നിട്ട് കണ്ടൊരു കാര്യം, ഐശ്വര്യ പറയുന്നു അപ്പ സംഖ്യയല്ലേ, അപ്പ പറയണു എന്ന് പറഞ്ഞിട്ട് അപ്പ യോഗിക്ക് മുമ്പിൽ ഇങ്ങനെ കുമ്പിട്ടിരിക്കുന്ന പടം വെച്ചിട്ടുണ്ട്. മീൻവയിൽ അപ്പ. അപ്പോൾ അപ്പ സംഖ്യയല്ലേ, അങ്ങനെ ചൊല്ലമാടോ എന്ന് ഐശ്വര്യ പറയണമെന്നുണ്ടെങ്കിൽ അതത്ര ഒരു നല്ലൊരു പട്ടമല്ല. എന്ന് വെച്ചിരിക്കുന്നത് തമിഴ്നാട്ടിലെങ്കിലും നല്ലൊരു പട്ടമല്ല എന്നവർ തിരിച്ചറിയുന്നതാകാം ഒരു കാരണം. അല്ലെങ്കിൽ ലാൽസലാം ഒരു എന്താ പറയുക, ഒരു സ്പോർട്സ് ഡ്രാമയാണ്. അതിൻ്റെ എന്താണ് അതിൻ്റെ പ്രമേയം എന്താണെന്ന് ചോദിക്കുമ്പോൾ ആകെ പറയുന്നത് കമ്മ്യൂണിസവും ക്രിക്കറ്റുമാണ് എന്നാണ് അതിൻ്റെ ആളുകൾ പറയുന്നത്. വേറൊന്നും വിട്ടു പറയുന്നില്ല. അതിൻ്റെ സ്പോയിലർ ആകണ്ടെന്ന് എഴുതിയിട്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പ്രേക്ഷകരായിട്ട് അവർ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, ആ ഏരിയയിൽ നിന്ന് ആളുകൾ പോകണ്ട, നഷ്ടപ്പെടേണ്ട എന്ന് കരുതിയിട്ടാണോ? അതെ, അങ്ങനെയും ആകാം. എന്തു തന്നെയാലും രജനീകാന്തിൻ്റെ സമീപനം ഇല്ലെങ്കിൽ രാഷ്ട്രീയ സമീപനങ്ങൾ വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. അദ്ദേഹത്തെ ആരെങ്കിലും സംഘി എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ കുറ്റം പറയാൻ പറ്റില്ല. കാരണം പ്രാണപ്രതിഷ്ഠയിൽ 2014 ഇലക്ഷനിന് മുമ്പ് അദ്ദേഹം ഞാൻ BJPക്കാണ് വോട്ട് ചെയ്യുക എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിങ്ങൾ BJPക്ക് വോട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഞാൻ BJPക്കാണ് വോട്ട് ചെയ്യുക. അപ്പം രജനീകാന്തിനെ പോലുള്ള ഫാൻ ബേസ് എന്ന് പറഞ്ഞാൽ ആരാധകരുള്ള ഒരാളങ്ങനെ പറയുന്നത് ചുമ്മാ പറയുന്നതല്ലല്ലോ, അത് ഒരു പ്ലാനിങ്ങോട് കൂടി പറയുന്നതാണ്. പക്ഷേ കാര്യം എന്താണ്, പുള്ളി അങ്ങനെ പറഞ്ഞിട്ടും 2014 ഒരു സീറ്റ് പോലും അവർക്ക് കിട്ടിയിട്ടില്ല. അത് നമ്മൾ മനസ്സിലാവും, ഒരു സീറ്റ് പോലും കിട്ടിയിട്ടില്ല. അതിനുശേഷം നമ്മുടെ ജയിലർ മൂവി ഇറങ്ങിയതിന് ശേഷം അദ്ദേഹം ഇവിടെ യോഗിയെ കാണാൻ പോകുന്നു. പിന്നെ ജയിലറിലുള്ള അദ്ദേഹത്തിൻ്റെ കഥാപാത്രം യോഗി അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടിയും ഏതാണ്ട് സെയിമാണ്. ബുൾഡോസർ വിട്ടിട്ട് നടത്തുന്ന പരിപാടിയാണല്ലോ, അത് തന്നെയാണ് ഇദ്ദേഹം ഈ സിനിമയിലും ചെയ്യുന്നത്. അപ്പോൾ യോഗിയെ പോയി കാണുന്നു, പിന്നെ യോഗിയുടെ കാൽക്കൽ വീഴുന്നു. അത് കഴിഞ്ഞ് പുള്ളി നേരെ പോകുന്നത് എവിടെ അറിയോ? റാഞ്ചിയിലേക്കാണ്. റാഞ്ചിയിൽ ഗവർണറായിരിക്കുന്നത് പഴയ കോയമ്പത്തൂർ MP ഉണ്ടല്ലോ, നമ്മൾ ശബരിമലയിലൊക്കെ ഒന്നും ബഹളം ഉണ്ടാക്കിയ രാധാകൃഷ്ണൻ, പൊൻ രാധാകൃഷ്ണൻ എന്നുള്ള പേര്. ശബരിമലയിൽ നോക്കിയിട്ട് ബഹളം, പുള്ളിയാണ് അവിടെ ഗവർണറായിരിക്കുന്നത്. അവിടെ മൂപ്പരെ പോയി കണ്ട് വണക്കം പറഞ്ഞിട്ടാണ് പിന്നെ ഇങ്ങോട്ട് പോരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സംഭവം അവിടെ ഉണ്ട്. പക്ഷേ തമിഴ്നാട്ടിൽ ഈ പറയുന്ന ഫാൻ കൾച്ചർ, ഫാൻ സംഭവമൊക്കെ ഭയങ്കരമാണെങ്കിലും അത് രാഷ്ട്രീയത്തിൽ ക്ലച്ച് പിടിക്കുന്ന കാലം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മുമ്പ് ഔട്ട് ഓഫ് ഹൗസിനെ കുറിച്ച് പറഞ്ഞു, ഏതാണ്ട് 1 ഡസൻ രാഷ്ട്രീയ പാർട്ടികൾ സിനിമാ നടന്മാരുടേതായിട്ടുണ്ടായിട്ടുണ്ട്. 1 ഡസനോളം രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അതിൻ്റെയൊക്കെ അവസ്ഥ എന്താണ്? ഇങ്ങനെ തന്നെ ഈ രജനീകാന്ത് തന്നെ RMM ഉണ്ടാക്കിയില്ലേ, രജനി മക്കൾ മണ്ഡലം, അതുണ്ടാക്കുന്നു. എല്ലാ നിയമസഭ കോൺസ്റ്റിറ്റ്യുവൻസി അസംബ്ലി മണ്ഡലങ്ങളിലും കമ്മിറ്റികളുണ്ടാക്കുന്നു. പിന്നെന്തായി?
പുള്ളിക്ക് അവസാനം പരിപാടിനെ നിർത്തേണ്ടി വന്നു. അതെവിടെ ഇലക്ഷനിൽ എല്ലാ സീറ്റിലും മത്സരിക്കുന്നതാണ് പ്രഖ്യാപിച്ചത്. അത് തന്നെയാണ് ഇപ്പോൾ വിജയും പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിലെനിക്ക് തോന്നുന്നത് ഈ പഴയ MGR ആ ജയലളിത ആ ഘട്ടത്തിന് ശേഷം MGR ആണെങ്കിലും ജയലളിതയാണെങ്കിലും കരുണാനിധി ആണെങ്കിലും അത് ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ വരുന്നതാണ്. പക്ഷേ അവർ രാഷ്ട്രീയക്കാർ കൂടെയായിരുന്നു. പക്ഷെ അതിന് ശേഷം അത് വിജയിച്ചിട്ടില്ല. കുറച്ചെങ്കിലും മുന്നോട്ട് പോയത് നമ്മുടെ ഇപ്പം ഡിസംബറിൽ മരണപ്പെട്ട അദ്ദേഹമില്ലേ വിജയകാന്ത് അല്ലേ, അദ്ദേഹത്തിൻ്റെ പാർട്ടി DMD ദേശീയ മുർപോക്ക് ദ്രാവിഡ കഴകം അവർ ഒരു തവണ 29 സീറ്റിൽ വിജയിക്കുന്നുണ്ട് അവിടെ ഈ അസംബ്ലിയിൽ. അതല്ല പക്ഷേ അതും മാത്രമാണ്. അതിന് മുമ്പോ ശേഷമോ അങ്ങനെ പെർഫോമൻസ് അന്ന് പ്രതിപക്ഷ നേതാവായി. പിന്നെ ഇല്ല, പിന്നെ അത് സീറോയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു. തമിഴ്നാട്ടിൽ ആ കാലം കഴിഞ്ഞു. തമിഴ്നാട്ടിൽ ഞാൻ പറയുന്നത് അവിടെ ഈ റിയൽ പൊളിറ്റിക്സ് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവർ ഇനിയിപ്പോൾ വിജയ് പാർട്ടി ഉണ്ടാക്കിയാലും രജനീകാന്ത് പാർട്ടി ഉണ്ടാക്കിയാലും അവരെന്തെങ്കിലും രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞാലും ചെറിയ ചില സ്വാധീനങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാക്കുന്നില്ലാതെ തമിഴ് രാഷ്ട്രീയത്തെ വലിയ തോതിൽ ഇളക്കി മറിക്കാൻ ഇവർക്ക് എന്താ നമ്മൾ പറയുക ഹീറോസിന് നായക പരിവേഷമുള്ള ആളുകൾക്ക് സാധിക്കുന്ന കാലം കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അജിംസ ഐശ്വര്യയുടെ ലൈനൊരു പക്ഷേ അവസാനം പറഞ്ഞ പോലെ ലാൽസലാം ഇറങ്ങാനിരിക്കുന്നു, അതിനൊരു എതിർപ്പുകൾ വേണ്ട എന്നുള്ളതായിരിക്കും. പക്ഷേ വിജയുടെ ഉള്ളിൽ ഇപ്പോൾ എന്താകാനാണ് സാധ്യത? വിജയും രജനീകാന്തും ഒന്നും ഈ രാഷ്ട്രീയത്തിൽ അങ്ങനെ മുന്നോട്ട് പോകാൻ സാധ്യതയില്ല എന്ന് അവർ തിരിച്ചറിയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ രജനീകാന്തിനെ സംബന്ധിച്ച് രജനീകാന്ത് പല ഘട്ടങ്ങളിൽ ഇപ്പോൾ DMK പിന്തുണച്ചിട്ടുണ്ട്. ജയലളിതയായിട്ട് അദ്ദേഹം ഒരസല്ലായിരുന്നു, നല്ല അടിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് DMK അദ്ദേഹം പിന്തുണച്ചിട്ടുണ്ട്. 2004 വാജ്പേയി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, അതായത് വാജ്പേയിയുടെ ടെന്യൂർ തീരാറാകുമ്പോഴാണ് അദ്ദേഹം BJPക്ക് വോട്ട് ചെയ്യണം എന്ന് ആദ്യമായി ആവശ്യപ്പെടുന്നത്. ഞാൻ BJPക്ക് വോട്ട് ചെയ്യുമെന്ന് ആദ്യമായിട്ട് പറയുന്നു. ഇതിലൊരു കുഴപ്പമെന്ന് വെച്ചാൽ ഈ ദ്രാവിഡ പൊളിറ്റിക്സിൻ്റെ ഒരു പ്രശ്നം, ജയലളിത തമിഴ്നാട്ടുകാരിയല്ല, അവർ കർണാടകക്കാരിയാണ്. MGR മലയാളിയാണ്. വിജയകാന്തിൻ്റെ പാർട്ടിയുടെ പേരിനൊരു പ്രശ്നമുണ്ട്. അതിലൊരു ദേശീയമുണ്ട്, ദേശീയ മുർപോക്ക് എന്നാണ്. ഈ ദേശീയ വരുമ്പോൾ അത് നാഷണൽ വന്ന തമിഴ്നാട്ടുകാർ ഓടില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണ്? അദ്ദേഹം തെലുങ്ക് വംശനാണ് വിജയകാന്ത്. അപ്പോൾ രജനീകാന്ത് മഹാരാഷ്ട്രീയനാണ്. അപ്പോൾ ഈ ആളുകൾ പൊതുവെ ഇങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇനിയുള്ളൊരു പ്രശ്നം, ഇപ്പോൾ രജനീകാന്ത് ദ്രാവിഡ പൊളിറ്റിക്സ് കളിക്കാൻ നോക്കി കഴിഞ്ഞാൽ ക്ലച്ച് പിടിക്കില്ല. അത് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അപ്പോൾ അദ്ദേഹത്തിന് മുമ്പേ RSS BJP ബന്ധമുണ്ടെന്നുള്ള റൂമറുകൾ ഉണ്ട്. ഈ വാജ്പേയിയുടെ കാലം മുതൽ തന്നെ RSS BJP ബന്ധം ഉണ്ട് എന്ന റൂമറുണ്ട്. അദ്ദേഹം പിന്നെ അത് തുറന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം അങ്ങനെ തുറന്ന് പ്രഖ്യാപിക്കുന്നു. ഇപ്പോൾ അവസാനം അത് പാർട്ടി രൂപീകരണത്തിലേക്ക് എത്തുകയാണ്. 2021 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുമെന്ന് തീരുമാനിച്ചു. അത് ഏറ്റവും തമാശ എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം പാർട്ടി ഉണ്ടാക്കുമെന്ന് പ്രഖ്യാപിച്ച ഉടനെ തന്നെ BJPയുടെ അവിടുത്തെ IT സെല്ലിൻ്റെ മേധാവി, അതായത് അവിടുത്തെ ഈ അമിത് മാളവ്യ മൂപ്പര് BJPയിൽ നിന്ന് രാജിവെക്കുന്നു. എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ ചേരുന്നു. അപ്പോൾ പെട്ടെന്ന് തിരിഞ്ഞു, ഇയാൾ രാജിവെക്കുന്നു, ഉടനെ പോയി ആ പാർട്ടിയുടെ കൺവീനറാവുകയാണ്. അപ്പോൾ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് മനസ്സിലായത് തിരിച്ചടിയാണ് എന്നുള്ളത് മനസ്സിലാതെ അതിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത്. പല രീതിയിലാണ് തിരിച്ചടി. ഒന്ന് ക്ലച്ച് പിടിക്കില്ല എന്ന്. കാരണം ഇയാൾ മഹാരാഷ്ട്രീയനാണ്, അയാൾ കൊണ്ടുവരുന്ന രാഷ്ട്രീയം BJP രാഷ്ട്രീയവുമായി ബന്ധമുള്ളതാണെങ്കിൽ അത് അവിടെ ക്ലച്ച് പിടിക്കില്ല എന്ന് മനസ്സിലായാൽ പെട്ടെന്ന് എനിക്ക് വയ്യാണ്ടായി, ദൈവം എനിക്ക് ആ സിഗ്നലാണ്, ഞാൻ ഇന്ന് പിന്മാറുവാണ്, എനിക്ക് കിഡ്നിക്ക് അസുഖമെന്ന് പറഞ്ഞാൽ അദ്ദേഹം പിന്മാറുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് അവിടുത്തെ യാഥാർത്ഥ്യം. അത് പിന്നെ ഈ ഇറങ്ങാൻ പോകുന്ന സിനിമ എന്താണ്, ലാൽസലാം, അതിൽ ഈ രജനീകാന്തിൻ്റെ കഥാപാത്രത്തിൻ്റെ ഒരു മൊയ്തീൻ ഭായ് എന്നാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളവും അപേക്ഷിച്ച് തമിഴ്നാട്ടിൽ മുസ്ലിങ്ങൾക്ക് ഇസ്ലാമോഫോബിയ വളരെ കുറച്ച് നേരിടേണ്ടി വരുന്ന ഒരു സ്റ്റേറ്റാണ് തമിഴ്നാട്. കേരളത്തെ മറ്റേത് സദേൺ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവാണ്. കാരണം അവർക്ക് ഒരു ബഹുമാനം ലഭിക്കുന്നത് തമിഴ് കൾച്ചറിൻ്റെ ഭാഗമാണ്. അത് വേറെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിട്ടല്ല, തമിഴ് കൾച്ചറിൽ അടങ്ങിയിരിക്കുന്ന ഒരു പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ വെറുപ്പും വിദ്വേഷവും കുറവാണ്. കാര്യം അവിടെയും കലുഷിതമായ സംഭവം ഉണ്ടായിരുന്നു. നമുക്കറിയാം, കോയമ്പത്തൂർ സ്ഫോടനം, അല്ലും അത് ഇത് എന്നൊക്കെ പറഞ്ഞ പ്രശ്നങ്ങളുണ്ട്. എങ്കിൽ പോലും പൊതു ഇസ്ലാമോഫോബിയ ഒരു കുറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ അവിടെ രജനീകാന്ത് തൻ്റെ സംഘീയ ഇമേജ് വെച്ച് ഈ ലാൽസലാം എന്നുള്ള സിനിമയായിട്ട് വന്നു കഴിഞ്ഞാൽ ആ പടം പൊളിയാനുള്ള സാധ്യതയുണ്ട്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഐശ്വര്യ അത് പറയുന്നതാണ് എനിക്ക് തോന്നിയത്. അതിനപ്പുറം ഈ പറയുന്ന പരിപ്പ് തമിഴ്നാട്ടിൽ വേവില്ല, കേരളത്തിൽ വേവുന്നത്ര പോലും തമിഴ്നാട്ടിൽ വേവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തീർച്ചയായും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ 3 വിഷയങ്ങളിൽ സംസാരിക്കാനുള്ളത്. നാളെ വീണ്ടും ഇരിക്കാം. ടോപ്പ് ഫോക്കസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.